ടുഡേ ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത് വേറെ ഒരു ഗെയിമും അല്ല, റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിൻ്റെ ബാഡ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് കളിക്കുന്നത് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതായിരിക്കും കണ്ടന്റ്. അപ്പം നമുക്ക് ഇവിടെ ഇതിന് നമുക്ക് പോയി അകത്തോട്ട് പോകാം. ഇതാണ് നമ്മുടെ പാർട്ട് സാറ് കേട്ടോ. ഇതൊന്ന് കളിച്ചിട്ടുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. നമ്മളെ ബ്രേക്കാണിപ്പം. നമ്മൾ ഓരോ സമയവും വരണം. ക്ലാസ് ഇവിടെ ഇടിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഇടിക്കിടിക്കിടിക്കി ഇടിച്ചിടിച്ച് കൊല്ലുന്നു. ഇതുണ്ട് അവിടെ ഒരു പെണ്ണുകൾ നിൽപ്പുണ്ട്. ഓർ മ്യൂസിക് അത്രയ്ക്കാണോ? ഇറങ്ങി ഓടിപ്പോ. കുഞ്ഞു പിള്ളേർക്ക് പറ്റിയല്ല ഈ സ്കൂള്. ഈ സ്കൂളിലെ ഏറ്റവും എന്തായിട്ടുള്ള ആളാണ്. അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അയ്യോ മ്യൂസിക്. അവിടെ ഇയാളെ വെട്ടിച്ച് നമ്മളിങ്ങനെ ചാടി ഓടി പോവും. എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? മ്യൂസിക് റൂം ഇതാണ് ഗൈസ്, മ്യൂസിക് റൂം. ഈ തള പിടിച്ച്. ഇത് ഇങ്ങനെ പ്രിൻസിപ്പളിനെ പോലെയാണല്ലേ. ഇത് നമുക്ക് ഡിറ്റേഷൻ തന്നേക്കുന്നു. ഇയാളാണ് നമ്മുടെ പാർട്ട് സാറ്. ഇത്ര സെക്കൻഡ് കൊണ്ട് എന്നാ വലിയ എക്സാം അറിയാമോ? ഞാൻ എഴുതുന്നില്ല എക്സാം. ഇത് എവിടെ ഒരു സിസ്റ്റർ. എടാ ആ പുള്ളിക്കാരി. കുറച്ച് സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം. ഇതൊരുത്തനാണ് നിൽക്കുന്നത്. തുറക്കാൻ പറ്റുന്നില്ല. വെൽക്കം ടു ഡിറ്റേഷൻ. ഇൻ ഡിറ്റേഷൻ എന്തിലോട്ടെ ഇയാളെ കണ്ടിട്ടുണ്ടോ? എന്ത് കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുകയാണോ? നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. തന്നെ ഞാൻ വേണ്ട കാണും. നമുക്ക് പുറത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ എനിക്ക് പുറത്തോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് ക്യാൻറ്റീനുണ്ട്, നമ്മുടെ ക്യാൻറ്റീനുണ്ട്. ഇതെന്തോ? അയ്യോ തുറക്ക്. ഗൈസ് ഇത് കണ്ടോ? ഇതാണ് നമ്മളെ സിറ്റി, നമ്മളുടെ സ്കൂള് സിറ്റി. എടാ അവിടെ ഒരു സാധനം ഉണ്ടോ നോക്കട്ടെ. നല്ല ക്രീപ്പി ആയിട്ടിരിക്കുന്നല്ലേ. കീപ്പ് ഔട്ടാണ്. ഞാനെന്നാ കയറിയിരിക്കും. അത് ശരിയായിരുന്നല്ലോ. ശരി. പക്ഷെ ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. അവരുടെ ഒന്നും മുന്നിൽ പോയി പേടല്ലേ, നമ്മളെ കൊന്നു കളയല്ലേ. ഞങ്ങളെ കാണിച്ചത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ വീടിൻ്റെ അകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതൊന്നും തുറക്കാൻ പറ്റാത്ത ഈ വീടൊക്കെ അൺലോക്ക് ആകാതാണ്. എവിടെ വെച്ച് നിൽക്കുന്നു? നോക്കടോ, അവിടെ ഒരാൾ നിൽക്കുന്നു. എന്നാ അവിടെ ചെയ്യുന്നേ? തന്നെ പോയി പുറകിൽ പോയി പേടിപ്പിച്ചേക്കാം നമുക്ക്. ഒരുത്തൻ നമ്മളെ കണ്ടിട്ട് നമ്മുടെ പുറകെ വരുന്നോ? ഞാൻ വേണേ ഒരു ഡെമോ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യമാണ്. ഇങ്ങോട്ട് ഇതൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മൾ. ഇത് ഈ ചെരുവ് നമുക്ക് കയറാൻ പറ്റുമോ? എല്ലാം കയറാനൊക്കെ പറ്റുമല്ലേ? സെറ്റായിരുന്നു. നമുക്ക് മേളിൽ നോക്കാം. നല്ല ഇതൊക്കെ ഉണ്ടോ?
ഗൈസ് അവിടെ ഒരുത്ത നിപ്പുണ്ട്. നമ്മൾ സ്കൂളിലൊന്നും കയറണമെന്ന് പറഞ്ഞു. നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഡൊണാൾഡ് MC ഡൊണാൾഡ്. ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില സമയം കൊണ്ടുകൾ കാണും. നോക്കണ്ട, വിട്ടോ വിട്ടോ. ഓ ഗൈസ്, നമ്മൾക്ക് നല്ല സ്പീഡ് കിട്ടും. ഓ ഗൈസ് കണ്ടു, നമ്മളിപ്പം ഇവിടെയാണ്. ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, സ്റ്റോറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ആൾക്കാർ കാണും. അതെന്താ അവിടെ പോവാൻ സമ്മതിക്കുന്നില്ല ഇവന്മാർ. വളഞ്ഞെല്ലാം പോവാം, കുറച്ച് ദൂരേന്ന് പോവാം. ഗൈസിൻ്റെ പുറകിൽ പൈസ. ഓ ഗൈസ്, നമുക്ക് പൈസ കിട്ടി. പൈസ നമ്മുടെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മുന്നിൽ കൂടെ പോകാം. ഇതിന് മുന്നിൽ കൂടെ നല്ല സ്പീഡിൽ പോട്ടെ. വേടാ. അയ്യോ, എന്നെ കൊന്ന്. എൻ്റെ അമ്മ എന്നെ കൊന്നു. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ഇത് വൈകുന്നേരമാടാ. നമുക്ക് കാറൊക്കെ കേൾക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഇടയ്ക്ക് ഒരു സമയം അവനെ പേടിക്കണം. നമ്മൾ അടിക്കണം. ലഞ്ചോ? ലഞ്ച് ബ്രേക്കിനെയും കളിക്കണം ഗൈസ്. എന്നാൽ പോട്ടെ. ഒരു ഐഡിയ ഉണ്ട്. കൊല്ലു അവനെ കൊല്ലാണ്. ബോളൊക്കെ ഇവിടെ കളകട്ടെ. നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണമെന്നാണ് പറഞ്ഞവർ. തുറക്ക്. ഇവിടെ ഇത് തുറക്കുന്നില്ലടാ. ഞാനിവിടെ അടിച്ചു പൊളിച്ച് കിടക്കാൻ പോവാ. നമുക്കിത് ലഞ്ച് ബ്രേക്കാണ്. നമ്മൾ ലഞ്ചിന് ഇതങ്ങ് തല്ലി പൊളിക്കാൻ പറ്റുമോ? ബാസ്കറ്റ് ബോള്. എടാ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകണം. ജോ ഓടിക്ക് കയറി പൊക്കോ. എന്തൊക്കെ? ഓ, ആ ടീച്ചർ നമ്മളെ പിടിച്ചില്ല ഭാഗ്യത്തിന്. ഇത് വിൻഡോയിൽ നിന്ന് നമ്മളിരിക്കുന്നത്.
ഗൈസ്. അപ്പം നമ്മളിതിപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. നമ്മളിത് അനുസരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞില്ലടാ, ശബ്ദം വന്നില്ല, നമ്മൾ അറിഞ്ഞില്ല. നമ്മളിവിടെ മരിച്ചു ഗൈസ്. ക്വസ്റ്റ്യൻ 1 ഇതെന്താ? ഇതെനിക്ക് അറിഞ്ഞൂടാ. ഞാനില്ല. ഇതിൽ സാധനം മേടിക്കുമോ? ഐറ്റംസ്, പാസസ്, ക്യാഷ്, റോബോക്സ് കൊടുക്കണം. എനിക്ക് റോബോക്സ് കൊടുത്തപ്പോൾ പരിപാടിയൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അമ്മ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചാടാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പം. വണ്ടിക്ക് സ്പീഡുണ്ട് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കയറത്തില്ല ഗൈസ്. നമുക്കിത് കണ്ടോ ഇവിടെ? ഇതിനൊന്നും പോയിട്ട് കാര്യമില്ല. അതിൻ്റെ ശബ്ദം. ബുള്ളിനെയൊക്കെ എനിക്ക് എത്ര പെട്ടെന്ന് കൊല്ലാം. ഇതൊന്നും നമുക്കൊരു കുഴപ്പമില്ല. അത് പ്രിൻസിപ്പളിൻ്റെ മുറിയാന്ന് തോന്നുന്നു. എന്തേലും ആവട്ടെ, നമുക്ക് എല്ലാ മുറിയിലും കയറാം. ശബ്ദം. എന്നെയാണോ? സീരിയലിലത്തെ പോലെ ഒരു ശബ്ദം ഇട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് പേടിച്ചു പോയി. അങ്ങ് ചെല്ലണം. ജൂനിയേഴ്സ് കീയോ എന്തേലും ആവട്ടെ. ഇത് അവിടെ നിൽക്കുന്ന അയാൾ ഇതൊന്നും ഇറങ്ങത്തില്ല. എല്ലാവരും നമുക്ക് ഈ സ്കൂളൊന്ന് വട്ടം ചുറ്റി കാണണ്ടായിരുന്നല്ലേ? ഇത് ബുള്ളി. എടാ ബുള്ളി, എല്ലാത്തിനെയും കൊല്ല്. എടാ ഇവിടെ അയ്യോ, നോക്കൗട്ട് ചെയ്ത് തന്നെ. നമുക്കിതൊരു കുഴപ്പമില്ല. നമുക്ക് ആ സ്ഥലത്തോട് തന്നെ തിരിച്ചു പോകണം. എനിക്ക് അങ്ങോട്ട് പോയാൽ മതി. എനിക്കിപ്പോൾ തന്നെ പോകണം. അവന്മാരെനിക്ക് കണ്ടിട്ട് എനിക്ക് അവന്മാരെ കൊല്ലണം. അവന്മാർ നമ്മളെ കൊന്നില്ലേ, നമുക്കപ്പോൾ അവന്മാരെ കൊല്ലണം. അയാളിപ്പോഴും പിടിച്ചേ കയ്യും വായിലിട്ട് നടക്കണം അവൻ. അവിടെ എന്താടാ ഇത് ഡിറ്റേഷൻ ഇരുത്തുന്ന ഇവന്മാർ? എനിക്കിഷ്ടമല്ലേ ഇത് പരിപാടി. അവിടെ ഇയാൾക്ക് നാണല്ലേ? ഇയാൾ ചേട്ടാ എന്ത് ചെയ്യുമോ ചേട്ടൻ?
എന്നാ ചേട്ടാ ഇതൊക്കെ തുറന്ന് ഇതായിട്ട് വെച്ചേക്കണേ. എന്തെങ്കിലും കാണിക്കട്ടെ. ടീച്ചേഴ്സായിട്ട് ആരുമില്ല. ഞാൻ മാത്രം ഡിറ്റേഷന് വന്നോ? ഒരുത്തരും കൂടി ഇവിടെ ഉണ്ട്. കാണാനില്ലല്ലോ. അതേ നിൽക്കുന്നു. എടാ ബ്രോ, ഇതെന്താ സാധനം? ഗ്ലിച്ച് വന്ന് പുറത്തോട്ടെല്ലാം പോകാൻ പറ്റും. 4 സെക്കൻഡ് നമ്മളിപ്പോൾ ഇറങ്ങും. പിന്നെ എന്ത് പേടിക്കാൻ? പുറത്തോട്ട് ഇറക്കി വിടും അവന്മാര്. കണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഞാനിത് നോക്കുന്നില്ല. അവന്മാരെ കൊല്ലണം, അത്ര എനിക്കുള്ളൂ. പുറത്തോട്ട് പോട്ടെ. എന്നെ തല്ലാൻ വേണ്ടി മാത്രം അവന്മാര് വളർന്നിട്ട് ഇതൊന്ന് ചോദിച്ചു നോക്കാം. വാടാ, നിനക്കൊക്കെ അല്ലടാ. ഇത്ര ഷോയപ്പാ. നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കാണത്തില്ല. ഇവിടെ ചെല്ലണം. ഒരു സംഭവം ഞാൻ പറയുന്നത്, ഇവിടെ ഒരു സംഭവം ഉണ്ട്. നമുക്കെന്തിനാ വീട്? നമുക്ക് വീടില്ല. നമുക്ക് പാർക്കിലോട്ടിലല്ലോ കയറാം. എടാ, അവിടെ ആരും ഉണ്ടടാ. എടാ, എന്താടാ അത് ഇവിടെ? അതിനിപ്പോൾ പ്ലെയർ ആണോ അതോ വേറെന്തേലും ആണോ? അതെ, ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അവിടെ എന്തോ സാധനം കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. എനിക്ക് പെപ്പർ സ്പ്രേ സാധനം, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. 10 രൂപ ഉള്ളൂ. നമുക്കൊന്ന് വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. തിന്നായിരുന്നു എനിക്ക് വേണ്ട. ഒരു ആക്സ് ഇരിക്കട്ടെ. ആക്സ് നമുക്ക് ഇരുന്നോട്ടെ. അയ്യോ, അത്രയും പൈസ എൻ്റെ കയ്യിൽ അത്രയും ഉണ്ട്. പക്ഷെ അത് മൊത്തം അങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ. ഇത്രയും മതി നമുക്കിപ്പോൾ. ഇത് കൊണ്ടോ, MC ഡൊണാൾഡിൻ്റെ അവിടെ ഒരു കുറച്ച് പൈസ കിടപ്പുണ്ട്. എടുക്കുന്നതിൻ്റെ വരെ അത് നമ്മളെ കൊല്ലാണ്ടിരുന്നാൽ മതി. നമുക്കിപ്പോൾ ഇത് വീടും ഏതെങ്കിലും ഒരു വീട് നമുക്ക് കിട്ടിയാൽ മതി. ഇവിടെ പൈസ ഉണ്ട്. കോടീശ്വരനായി. ഇതെന്നാ ഡെമ്മയോ? ഇതെന്താ? ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി ഗൈസ്.
ഇതിൻ്റെ അകത്ത് കയറത്തില്ല, ഒന്നും അൺലോക്കത്തില്ലല്ലേ. അവിടെ നിന്ന് ഒരു ചാട്ടം വെച്ചു നേരെ അതിൻ്റെ മണ്ടയിൽ കൂടെ കയറത്തില്ലേ. എങ്ങനെയാടാ സാധനം എല്ലാം പോയെന്ന് തോന്നുന്നു. $10 കൊടുത്ത് ഞാൻ മേടിച്ച സാധനം കഴിഞ്ഞു. മാക്സോ മറ്റേ പിള്ളേരെയൊക്കെ ഇത് പുള്ളിയാ ഇടിച്ച് കൊല്ലടാ ഞാൻ. അല്ല പിന്നെ ഞാനല്ലേ പിന്നെ ആരും ഇവിടെ പുള്ളി എന്താ ഓക്കെ ഗൈസ്, മെഡിറ്റേഷൻ ഗൈസ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണം, അതായത് മൾട്ടിപ്ലെയറോ എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.